My dear students, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം SS-ൽ നമ്മൾ രണ്ടാമത്തെ പാഠം മുഴുവനാക്കിയിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ നോട്ട്സ് എഴുതേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. എന്നിട്ട് നിങ്ങൾ നോട്ട്സ് എഴുതുക. എല്ലാവരും ആ പാഠം നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ആ പാഠം പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇനിയുള്ള പാഠം ഈസി ആവുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ മൂന്നാമത്തെ ലെസണിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ മൂന്നാമത്തെ പാഠത്തിന്റെ പേരെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ലെസണിന്റെ പേര്. സോ കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? യൂറോപ്യന്മാർ വന്നു, പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും വന്നു. എല്ലാവരെയും പുറത്താക്കി അവസാനം ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ആധിപത്യം സ്ഥാപിച്ചു. എന്നിട്ട് അവർ ഓരോരോ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഭരണം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഈ ഭരണം പിടിച്ചെടുത്തി പിന്നെ എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ആട്ടിവിട്ട് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്? അവരുടെ ഭരണം എന്ന് പറയുന്നത് നമുക്ക് നമ്മെ ഉപദ്രവിക്കുന്ന രൂപത്തിൽ, നമ്മെ മോശമായി ബാധിക്കുന്ന രൂപത്തിലായതുകൊണ്ടാണ് നമ്മൾ അവരെ ഇവിടെ നിന്ന് ആട്ടിവിട്ടത് ആണല്ലോ. യെസ്. അപ്പോ നമ്മൾ ഈ പാഠത്തിൽ ആദ്യം പഠിക്കേണ്ടത് ആരൊക്കെയാണ്, ഏതൊക്കെ വിഭാഗത്തിനാണ് ബ്രിട്ടീഷുകാരുടെ ഭരണം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായത് എന്നുള്ളതാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതിലൊന്നാമത്തെ വിഭാഗമായിരുന്നു ഫാർമേഴ്സ്. കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. വീവേഴ്സ്, നെയ്ത്തു തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ക്രാഫ്റ്റ്സ്മെൻ, കൈത്തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ട്രൈബൽസ്, ഗോത്രവർഗങ്ങൾക്കും ഗോത്ര വിഭാഗങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഇത് കഴിഞ്ഞിട്ടുള്ള എല്ലാ വിഭാഗത്തെയും ഉണ്ട്. സാധാരണക്കാരായ ആളുകൾക്കും ഭരണാധികാരികളായ ആളുകൾക്കും എല്ലാ വിഭാഗത്തിനും ഇവരെയും കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഈ വിഭാഗം ആളുകൾക്ക് എങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ ഭരണം മോശമായത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടായത് എന്നതാണ്. അതിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഫാർമേഴ്സിനെ കുറിച്ചാണ്. ഫാർമേഴ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ബ്രിട്ടീഷുകാർ ആദ്യം പിടിച്ചെടുത്തത് ബംഗാളായിരുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ബംഗാൾ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞത്? ബംഗാളില് അവർക്ക് ഒരുപാട് പ്രത്യേകതകൾ കണ്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ബംഗാളിൽ എന്തായിരുന്നു? കൃഷിക്ക് നല്ല സാഹചര്യമായിരുന്നു എന്നുള്ളതാണ്. ഈ കൃഷിക്കാരായ ആളുകളിൽ നിന്ന്, അല്ലെങ്കിൽ കൃഷി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ കൃഷിയുടെ എല്ലാ മെച്ചവും ആർക്ക് കിട്ടണം? ബ്രിട്ടീഷുകാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് they adopted some strategies or they adopted some measures. അവർ ചില പ്രത്യേക കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി. എന്തൊക്കെയാണ് അവർ നടപ്പിലാക്കിയ പ്രത്യേക കാര്യങ്ങൾ എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് നോക്കാം. എന്തിനു വേണ്ടി നടപ്പിലാക്കിയതാണ്? കൃഷിയിൽ നിന്നുമുള്ള എല്ലാ മെച്ചവും ആർക്ക് കിട്ടണം? അവർക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ട് അവർ നടപ്പിൽ വരുത്തിയ ചില കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അതിലൊന്നാമത്തത് അവർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ levied heavy taxes on farmers. കൃഷിക്കാരുടെ മേൽ എന്ത് ചെയ്തു? ഹെവി ടാക്സ്, നല്ല കഠിനമായ രൂപത്തിൽ, അല്ലെങ്കിൽ നല്ല ഉയർന്ന സംഖ്യ, കൂടിയ പൈസ അവർ നികുതി ചുമത്തി, ടാക്സ് ആയിട്ട് ചുമത്തി. രണ്ടാമത് അവർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് no tax concessions were sanctioned even when drought and flood destroyed the agriculture. No tax concessions were sanctioned. ഒരു ടാക്സ് കൺസെഷനും കൊടുക്കില്ല അല്ലെ? കൃഷി എന്ന് പറയുമ്പോൾ ചിലപ്പോ വേനൽക്കാലമായ ഉണങ്ങിപ്പോവും, മഴക്കാലമായ വെള്ളം മൂടിയിട്ടൊക്കെ നശിച്ചുപോകും. അപ്പോഴൊക്കെ കൃഷിക്കാർക്ക് വേണ്ടത്ര പൈസ കിട്ടുമോ? കിട്ടൂല. എന്നാൽ ആ സമയത്ത് പോലും ഇവർ കൊടുത്തിട്ടുള്ള വലിയ ടാക്സ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു കൺസെഷനും കൊടുത്തില്ല. മൂന്നാമത്തേത്
Middlemen, zamindars, were assigned to duty of collecting tax. ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജമീന്ദാർമാർ എന്നു പേരുള്ള മിഡിൽമെൻ എന്നാ പറയുന്നത്. മിഡിൽമെൻ കൃഷിക്കാരടുത്ത് നിന്ന് ടാക്സ് പിരിച്ച് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുക, അതിന്റെ നടുവിൽ നിൽക്കുക അല്ലെ. ആ മിഡിൽമെന്മാരായ ജമീന്ദാർമാർ എന്ന് പറയുന്ന വിഭാഗത്തിന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി കൊടുത്തു. അടുത്തത് imposed the condition that the tax was to be paid in the form of cash. അവർ ഒരു കണ്ടീഷൻ വെച്ചു. എന്താ കണ്ടീഷൻ എന്നറിയോ? ടാക്സ് ആയിട്ട് കൊടുക്കുന്നത് കൃഷി ചെയ്ത് കിട്ടുന്ന ഉൽപ്പന്നം. ഇപ്പൊ ഒരാൾ നെല്ല് കൃഷി ചെയ്തു, അപ്പൊ ആ നെല്ലിൽ നിന്ന് കുറച്ച് ടാക്സ് കൊടുത്താൽ പോരാ, ടാക്സ് കൊടുക്കുന്നത് ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം എന്ന് അവർ പുതിയൊരു നിയമം കൊണ്ടുവന്നു. അടുത്തത് the farmers had to depend on sahos, the private money lenders, for loans at a high rate of interest. The farmers had to depend on sahos. Farmers ഇത്ര നല്ല ടാക്സ് കൊടുക്കണം, പൈസ ആയിട്ട് തന്നെ കൊടുക്കണം. അപ്പൊ അവസാനം ഇതൊന്നും നടക്കാതെ വരാതാവുമ്പോൾ ഫാർമേഴ്സ് സഹോസ് എന്ന് പറഞ്ഞാല് പൈസ പലിശക്ക് കൊടുക്കുന്ന ആളുകളുണ്ടാവും. നല്ല ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നല്ല ഉയർന്ന പലിശക്ക് പണം കൊടുക്കുന്ന ആളുകളിൽ നിന്ന് അവരെന്ത് ചെയ്തു? പൈസ കടം വാങ്ങി എന്നിട്ട് ഈ ടാക്സ് കൊടുക്കും. അവസാനം എന്താവും? പലിശയും പണവും തിരിച്ചടക്കാൻ കഴിയാതെ വരുമ്പോ ഈ സഹോസ് അല്ലെങ്കിൽ ഈ പലിശക്കാർ വന്ന് ഇവരുടെ ഭൂമി പിടിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും. ഇത്തരം ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ ഇന്ത്യക്കാരായ ഫാർമേഴ്സ് സഹിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ ചെയ്തത് നമ്മുടെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനവും അവർക്ക് തന്നെ കിട്ടണം എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. മാത്രമല്ല ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മെറ്റീരിയൽസ് ആയിരുന്നു കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ. കോട്ടൺ എന്ന് പറഞ്ഞാൽ പരുത്തി, ജൂട്ട് എന്ന് പറഞ്ഞാൽ ചണം എന്ന് പറയും. നമ്മൾ ഈ ചാക്കുനൂലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, കടയിൽ നിന്ന് പൊതിഞ്ഞുകൊണ്ട് വരുമ്പോൾ കെട്ടുവരുന്ന ചാക്കുനൂല്, അതുണ്ടാക്കുന്നതൊക്കെ ജൂട്ടിൽ നിന്നാണ്. അതേപോലെ തന്നെ ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ നീലം എന്ന് പറയും. പണ്ട് കാലങ്ങളിൽ വസ്ത്രമൊക്കെ ചായം മുക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പദാർത്ഥം. അപ്പൊ ഈ വസ്തുക്കളായിരുന്നു ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ ആവശ്യം. So British identified that the land of Bengal is very fertile. അവർക്കൊരു കാര്യം മനസ്സിലായി, ബംഗാളിലെ ഭൂമി മണ്ണ് എന്ന് പറഞ്ഞാൽ നല്ല ഫെർട്ടൈൽ ആണ്. അപ്പൊ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? They compelled the farmers of Bengal to cultivate the crops like cotton, jute, indigo. അവരെന്ത് ചെയ്തു? ബംഗാളിലെ കൃഷിക്കാരെ കൊണ്ട് കോട്ടണും ജൂട്ടും ഇൻഡിഗോയും ഒക്കെ കൃഷി ചെയ്യിപ്പിച്ചു. യൂഷ്വലി ദ ഫാർമേഴ്സ് ഓഫ് ബംഗാൾ കൾട്ടിവേറ്റഡ് ഫുഡ് ക്രോപ്സ്. സാധാരണ ബംഗാളിലെ കൃഷിക്കാരെന്താ ചെയ്തിരുന്നത്? ഫുഡ് ക്രോപ്സ് ആണ്. ഫുഡ് ക്രോപ്സ് ആണ് തിന്നാൻ പറ്റുന്ന, ഭക്ഷിക്കാൻ പറ്റുന്ന ക്രോപ്സ് ആണ് എന്ത് ചെയ്തിരുന്ന? കൃഷി ചെയ്തിരുന്നത്. അത് മാറ്റിയിട്ട് അവരെ കൊണ്ട് ഇത്തരത്തിലുള്ള കോട്ടണും ജൂട്ടും ഇൻഡിഗോയും ഒക്കെ നിർബന്ധിച്ച് കൃഷി ചെയ്യിപ്പിച്ചു. അപ്പോഴെന്താ സംഭവിക്കുക? രണ്ട് മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഫാർമേഴ്സ് ഒക്കെ പട്ടിണിയിലായി. രണ്ടാമത്തത്, ഇതിനു വേണ്ടിയിട്ട് ഇവർ ചില കരാറുകളിൽ കൃഷിക്കാരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. ആ കരാറ് പൂർത്തിയാക്കാൻ കഴിയാത്ത കൃഷിക്കാരുടെ ലാൻഡൊക്കെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. എന്നിട്ട് ആ കൃഷിക്കാരെ ഫോഴ്സഡ് ലേബറേഴ്സ് ആക്കി. എന്താ ഫോഴ്സഡ് ലേബറേഴ്സ്? ബ്രിട്ടീഷുകാർ നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്ന രൂപത്തിലേക്ക് മാറ്റി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് തുടക്കത്തിൽ തന്നെ ബംഗാളിലെ കൃഷിക്കാര് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും അനുഭവിച്ചത് എന്നുള്ളത്. അങ്ങനെ ഇന്ത്യയിൽ മൊത്തമുള്ള കൃഷിക്കാരും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അതുകൊണ്ടാണ് കൃഷിക്കാരായ ആളുകളൊക്കെ എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ഒക്കെ മുന്നിലേക്ക് ഇറങ്ങിയത്. ഇനിയോ അടുത്തത് ഞാൻ പറഞ്ഞു, ട്രൈബൽ ഗ്രൂപ്പും ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഒരുപാട് ബുദ്ധിമുട്ട്. എന്താ ട്രൈബൽസ് എന്ന് പറഞ്ഞാൽ? ഗോത്രവർഗങ്ങൾ എന്നൊക്കെ പറയും. ബ്രിട്ടീഷുകാരെന്ത് ചെയ്തില്ല? കൃഷിയെ മാത്രമല്ല, കൃഷിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമല്ല അവർ പിഴിഞ്ഞെടുത്തത്. അവര് ഫോറസ്റ്റ്, കാട്ടിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളും അവരെന്ത് ചെയ്തു? അതിൽ നിന്ന് കിട്ടുന്ന സമ്പത്തും അവർ പരമാവധി കൊള്ളയടിച്ചു. So
To exploit the forest resources, the British implement some laws. ഫോറസ്റ്റിലെ റിസോഴ്സസ് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ചില നിയമങ്ങൾ എവിടെയും കൊണ്ടുവന്നു. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ, ലോസ് അവർ കൊണ്ടുവന്നു. ഈ നിയമപ്രകാരം കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓർ ദ ബ്രിട്ടീഷ് ഗോട്ട് ഫുൾ കൺട്രോൾ ഓവർ ദി ഫോറസ്റ്റ്. ഇവരുണ്ടാക്കിയ നിയമം കൊണ്ട് അവർക്ക് തന്നെ ഫോറസ്റ്റിന്റെ മേലുള്ള എല്ലാ കൺട്രോളും കിട്ടി. നമ്മുടെ രാജ്യത്തെ കണ്ടോ, മനസ്സിലായോ? ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തെ ഫോറസ്റ്റിന്മേലുള്ള എല്ലാ കൺട്രോളും ആർക്ക് കിട്ടി? ബ്രിട്ടീഷുകാർക്ക് കിട്ടി. പിന്നെ അവർക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? അവർക്ക് ഫോറസ്റ്റിൽ നിന്ന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്കുള്ള ലൈസൻസ് കിട്ടി. അപ്പൊ നോക്കൂ, നമ്മുടെ ട്രൈബൽ ഗ്രൂപ്പ്, ഗോത്ര വിഭാഗം എന്നൊക്കെ പറയാറുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് ഫോറസ്റ്റിൽ നിന്ന് വിവിധ റിസോഴ്സസ് ശേഖരിക്കുക എന്നുള്ളതാണ്. തേൻ ശേഖരിക്കുക, കിഴങ്ങ് വർഗ്ഗങ്ങള്, പഴവർഗ്ഗങ്ങള്, വിറക്, ഇത്തരം വസ്തുക്കളൊക്കെ ശേഖരിക്കുക, അവ ഉപയോഗിക്കുക, അവ കച്ചവടം ചെയ്യുക. എങ്ങനെയൊക്കെയാണ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ട്രൈബൽ ഗ്രൂപ്പ്സ് ജീവിക്കുന്നത്? The forest laws of British affected the tribal people badly. ബ്രിട്ടീഷുകാരുടെ ഫോറസ്റ്റ് ലോസ് എന്ത് ചെയ്തു? ട്രൈബൽ പീപ്പിളിനെ എന്ത് ചെയ്തു? മോശമായി ബാധിച്ചു. ആ വിഭാഗം ആളുകൾക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. They couldn't collect the forest resources. അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ഫോറസ്റ്റ് റിസോഴ്സസ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. And the tribal habitats were rich in minerals. ഈ ട്രൈബൽ ഗ്രൂപ്പുകളൊക്കെ താമസിച്ചിരുന്ന, കാടിന്റെ ഉള്ളിൽ ഗോത്രങ്ങളൊക്കെ താമസിച്ചിരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവ റിച്ച് ഇൻ മിനറൽസ്. മിനറൽസ് കൊണ്ട് റിച്ച് ആയിരുന്നു. എന്താ മിനറൽസ് എന്ന് പറഞ്ഞാൽ? ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരുപാട് വസ്തുക്കളുണ്ടല്ലോ, അവ കൊണ്ട് റിച്ചായ സ്ഥലങ്ങളിലായിരുന്നു ഈ ട്രൈബൽ ഗ്രൂപ്പ് താമസിച്ചിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ മിനറൽസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ ബ്രിട്ടീഷ് ഓർ ദ യൂറോപ്യൻസ് കൺസ്ട്രക്റ്റഡ് റോഡ്സ് ആൻഡ് റെയിൽവേസ്. എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ റോഡുകളും റെയിൽവേയും ഒക്കെ കാട്ടിലൂടെ നിർമ്മിച്ചു. ആൻഡ് ദേ ഡിസ്ട്രോയ്ഡ് ദ ഹാബിറ്റാറ്റ്സ് ഓഫ് ട്രൈബൽസ്. അവരെന്ത് ചെയ്തു? ഈ ട്രൈബൽസിന്റെ താമസ സ്ഥലങ്ങളൊക്കെ നശിപ്പിക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് യൂറോപ്യന്മാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം കൃഷിക്കാർക്ക് മോശമായി ബാധിച്ചതെന്നും മനസ്സിലായി. ആർക്കും മനസ്സിലായി? ട്രൈബൽ ഗ്രൂപ്പിനെ മോശമായി ബാധിച്ചതെന്നും നമുക്ക് മനസ്സിലായി. ഇനി ബാക്കിയുള്ള വിഭാഗത്തിന് എന്താ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. വളരെ കുറച്ച് മാത്രമാണ് എടുത്തിട്ടുള്ളത്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.